ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നത് എന്നാൽ നമ്മൾ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ച് റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മൾ ബ്രെഡും ചീസൊക്കെ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കാം. പാൻ നന്നായിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇനി ഗീ നന്നായിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത മുട്ടയുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒഴിച്ചിട്ട് ഒന്ന് ഇതുപോലെ ചുറ്റിയ ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് 2 സ്ലൈസ് ബ്രെഡ് വെക്കുക. എന്നിട്ട് അപ്പാടെ തന്നെ നമ്മളത് തിരിച്ചിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ അത് അവിടെ ഒട്ടിപ്പോവും. പിന്നെ നമുക്കത് ബ്രെഡ് ഇളകി കിട്ടൂല. അപ്പോൾ ഇതുപോലെ ചെയ്യാം. എന്നിട്ട് നമ്മുടെ താഴത്തെ ആ മുട്ടയ്ക്ക് നന്നായിട്ട് കുക്കായ ശേഷം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് എടുത്തിട്ട് മറ്റൊരു ബ്രെഡിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് ചൂടായിട്ടുണ്ട്. ഇതുപോലെ മറ്റേ സൈഡ് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയായി കഴിഞ്ഞു. സിമ്പിളായിട്ടുള്ളതും എന്നാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്